ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എല്ലാ വീട്ടമ്മമാർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഡെയിലി ലൈഫിൽ എല്ലാവർക്കും തിരക്കാണല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് ടിപ്സുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചണിലെ ജോലികളൊക്കെ വളരെ പെട്ടെന്ന് തീർക്കാനും അതുപോലെ തന്നെ നമ്മൾ കിച്ചണിലും നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നും വേസ്റ്റ് ആകാതെ ഒക്കെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടിപ്സുകളാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് നോക്കാം. നമ്മുടെ കിച്ചണിൽ പെട്ടെന്ന് ചീത്തയായി പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ വെളുത്തുള്ളി എന്ന് പറയുന്നത്. ആ വെളുത്തുള്ളി ഇങ്ങനെ കറുത്ത് പോവുകയും അതുപോലെ തന്നെ ഇങ്ങനെ ഉണങ്ങി അങ്ങനെയൊക്കെ പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ഇട്ടാൽ നമുക്ക് ഉരുളക്കിഴങ്ങിന് മോശമൊന്നും വരികയില്ല. പക്ഷേ വെളുത്തുള്ളി കുറച്ച് ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് ചീത്തയാകും. അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് കണ്ടോ, ഇത് പെട്ടെന്ന് ചീത്തയായിരിക്കുന്നു. അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ഈ വെളുത്തുള്ളി ജസ്റ്റ് ഇങ്ങനെ ഇടികല്ല് വെച്ചൊന്ന് ചതയ്ക്കുമ്പോഴത്തേക്കും അത് അല്ലികളായിട്ട് വിടർന്ന് കിട്ടും. അതിനുശേഷം നമ്മളിത് ഒരു പാത്രത്തിൽ കുറച്ച് നമ്മൾ ചോറ് വെക്കുന്ന അരി എടുത്ത് വെക്കുക. ആ അരിയിലേക്ക് നമ്മൾ അല്ലികളായിട്ട് അടർത്തി ഈ വെളുത്തുള്ളി അങ്ങ് ഇട്ട് വെക്കുക. അപ്പോൾ നമുക്ക് ഈ അരി പിന്നെ കളയണ്ട. നമുക്ക് വെളുത്തുള്ളി തീരെ അനുസരിച്ച് നമ്മൾ ഈ അരിയിലേക്ക് തന്നെ ഇതുപോലെ ഇട്ട് വെച്ചാൽ മതിയേ. അപ്പോൾ നല്ലൊരു ടിപ്പാണ് നമുക്ക് വെളുത്തുള്ളി സൂക്ഷിക്കാനായിട്ട്. അരിയിലാകുമ്പോഴത്തേക്കും വെളുത്തുള്ളി മോശമായി പോകത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് മോശമാകാതിരിക്കാനായിട്ട് 1-2 കുടം വെളുത്തുള്ളി മാത്രം ആ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ഇട്ട് വെച്ചാൽ മതി. ബാക്കി വെളുത്തുള്ളി നമുക്ക് ഇതുപോലെ അരിയിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആകും. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ സെക്കൻഡ് ടിപ്പ് നോക്കാം. നമ്മൾ ബ്രെഡിലൊക്കെ തേക്കാനായിട്ട് ജാം എടുക്കുമ്പം ജാം ഫ്രിഡ്ജിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നല്ല കട്ടിയായിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ നമുക്കത് ബ്രെഡിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്യാനായിട്ട് നല്ല പാടാണല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലത്തെ ജാം നമ്മൾ ചെറുതായിട്ട്, അതായത് വലിയ തിളയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുള്ള വെള്ളം ഒരു ചെറിയ ചെരുവത്തിൽ വല്ലതും എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ജാമിൻ്റെ ബോട്ടിൽ ഇതുപോലെ ഒരു 2-3 സെക്കൻഡ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ജാം വളരെ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. നമുക്ക് ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഇതുപോലെ നമ്മൾ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും പെട്ടെന്ന് ബ്രെഡിലേക്കൊക്കെ തന്നെ എടുത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക. നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാലും പ്രശ്നമൊന്നുമില്ല. ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ പക്ഷേ ജാമൊക്കെ പുറത്തിരുന്നാൽ പെട്ടെന്ന് കേടായി പോവുകയും ചെയ്യും. അതാണൊരു പ്രശ്നം. ഇനി നമുക്ക് തേർഡ് ടിപ്പ് നോക്കാം. നമ്മുടെ വീട്ടിലൊക്കെ സൂചി ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ പേപ്പറിലൊക്കെ കുത്തി വെച്ചിരിക്കുകയാണെങ്കിൽ അത് വേഗം തുരുമ്പ് കയറും. പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നൂല് കുത്തിയിട്ട് നമുക്ക് തുണി തയ്ക്കുമ്പോഴത്തേക്ക് അത് തുണിയിലേക്ക് ഈസി ആയിട്ട് അങ്ങോട്ട് കയറി പോവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് ഈ സൂചി എങ്ങനെയാണ് ഒട്ടും തന്നെ തുരുമ്പൊന്നും ഇല്ലാതെ കുറേ കാലം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതുപോലത്തെ സൂചിയൊന്നും കാണില്ല മിക്കവാറും വീടുകളിൽ. എങ്കിലും ഇതൊരെണ്ണം ആവശ്യമാണ് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് തയ്ക്കണമെങ്കിൽ. ഇനിയിപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സൂചി ഒട്ടും തന്നെ തുരുമ്പൊന്നും വരാതെ നമ്മൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ചെറിയൊരു പീസ് നമ്മൾ സോപ്പില്ലേ, ബാത്ത് സോപ്പ്, ആ സോപ്പ് ഒരു ചെറിയ പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ സോപ്പിലേക്ക് നമ്മുടെ കയ്യിൽ എത്ര സൂചിയുണ്ടോ അത്രയും സൂചികൾ ഇങ്ങനെ കുത്തിവെക്കുക. ഇങ്ങനെ നമ്മൾ സോപ്പിൽ കുത്തിവെച്ചിരിക്കുന്ന സൂചി നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ ബോക്സിലാക്കി സ്റ്റോർ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഈ സൂചി തുരുമ്പടിക്കാതിരുന്നോളും. പിന്നെ നമ്മൾ ഈ ഒരു പാത്രം എവിടെയാണ് വെക്കുന്നതെന്ന് നമുക്കൊരു ഓർമ്മ വേണം കേട്ടോ. സൂചിയാണ്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് നോക്കാം. നമ്മുടെ കയ്യിൽ പനീറൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് കേടാകാതെ സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. പനീറൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ വെച്ചാൽ എന്തായാലും അതിലൊരു പൂപ്പൽ പോലൊക്കെ വരും ഫ്രിഡ്ജിൽ വെച്ചാലും. അപ്പോൾ നല്ല അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ടാക്കി എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ. നമ്മളൊന്ന് കറി വെച്ചിട്ട് ബാക്കി വന്നതാണ്. ഇതിപ്പോൾ ഒരു ചെറിയ കറിക്കുണ്ടല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെറുതെ കഴിക്കാനും ഉണ്ട്. അപ്പം നമ്മളിത് കട്ടാക്കിയിട്ട് ഒരു ബോക്സിലേക്ക് ആക്കി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത ഈ പനീർ നമ്മളൊരു ബോക്സിലാക്കി കൊടുത്തല്ലോ. ഇനി നമുക്ക് ഈ ബോക്സിലേക്ക് നമ്മൾ കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ നോർമൽ വാട്ടർ ഒഴിച്ച് നമുക്കിത് അടച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് പനീർ എത്ര ദിവസം കഴിഞ്ഞെടുത്താലും നമ്മൾ ആ മേടിച്ച പോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടിരുന്നോളും. ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെ നോക്കാം. നമ്മൾ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് അത് കഴുകിയൊക്കെ കഴിയുമ്പോഴത്തേക്കും എന്തായാലും നമ്മുടെ കയ്യിൽ ആ ഒരു മണം കുറച്ച് നേരം നല്ലപോലെ നിൽക്കും. എത്ര നമ്മൾ സോപ്പിട്ട് കഴുകിയാലും ഹാൻഡ് വാഷ് ഇട്ട് കഴുകിയാലും ഒന്നും ആ മണം അങ്ങനെ പോകത്തില്ല. അപ്പോൾ അത് പോകാനായിട്ടുള്ളൊരു അടിപൊളി ടിപ്പാണ്. നമ്മുടെ കയ്യിൽ ഇതുപോലെ ആട്ട കാണുമല്ലോ എപ്പോഴും, ഒരു 1/2 ടീസ്പൂൺ ആട്ട നമ്മൾ കയ്യിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തേച്ച് നല്ലപോലെ ഒന്ന് കഴുകി കളയുക. ഇത് ഏറ്റവും നല്ലൊരു ടിപ്പാണ്. കയ്യിലെ മീനിൻ്റെ മണമൊക്കെ പോയി കിട്ടും. ഇതിന് പകരം കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതായാലും മതി. കഞ്ഞിവെള്ളം ചിലപ്പോൾ എപ്പോഴും കാണണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ആട്ട നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടല്ലോ ആ ഒരു ടിപ്പ് പറഞ്ഞത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് നോക്കാം. നമ്മുടെ കയ്യിൽ പയറ്, പരിപ്പ്, കടല ഇതൊക്കെ പെട്ടെന്ന് പ്രാണികൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് നമുക്ക് എങ്ങനെയാണ് പ്രാണികളൊന്നും വരാതെ സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഒരുപാട് ടിപ്സുകൾ ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ട്. വെളുത്തുള്ളി ചതച്ചിടുന്നു, പിന്നെ അതുപോലെ തന്നെ ഗ്രാമ്പൂ, വറ്റൽമുളക്, ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് നമ്മൾ ഇങ്ങനെ ഇട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്.
പക്ഷേ അതിലൊക്കെ ഏറ്റവും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് നമ്മളിതുപോലെ പൊടിയുപ്പ് ഓരോ ടീസ്പൂൺ വീതം നമ്മുടെ പയറ്, പരിപ്പ്, കടല ഇതിലൊക്കെ ഒന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഉപ്പെന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു പ്രിസർവേറ്റീവ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉപ്പ് ചേർത്ത് വെക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ ഒരു പയറ്, പരിപ്പ്, കടല ഒന്നും കേടായി പോകത്തില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ദോശക്കല്ല്, ചീനച്ചട്ടി ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്താലാണ് നമുക്കത് ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതെപ്പോഴും നമ്മൾ ലിക്വിഡ് ഡിഷ് വാഷൊക്കെ ഉപയോഗിച്ചാൽ അതിൻ്റെ ആ ഒരു സ്വാഭാവികതയൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളിത് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഉപയോഗശേഷം ഇതുപോലെ കുറച്ച് കല്ലുപ്പൊന്നിട്ടിട്ട് നല്ലപോലെ ഒരു തുണി വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ കല്ലുപ്പിട്ട് ഈ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി, ദോശക്കല്ല് ഇതൊക്കെ ചെയ്യുമ്പം അതിലുള്ള ഫുഡ് വേസ്റ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും പിന്നെ ആ ഒരു പരുപരുപ്പ് പോലൊക്കെ സൈഡിലൊക്കെ വരും. അതൊക്കെ നല്ലപോലെ പോയി കിട്ടി നല്ലപോലെ ക്ലീൻ ആകും. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഇരുമ്പിൻ്റെ ദോശക്കല്ലും ചീനച്ചട്ടിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല മയമായിട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ചെയ്യേണ്ടത് ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് നല്ലപോലെ ഒന്ന് തൂവിയിട്ട് നല്ലപോലെ ഒന്ന് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കണം. ഇങ്ങനെ കൂടെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഇരുമ്പിൻ്റെ ഏതൊരു ഐറ്റം ആയാലും നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാനും പറ്റും. പിന്നെ നമ്മൾ അടുത്ത പ്രാവശ്യം ദോശ, അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ ഇളകി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ കിച്ചണിലെ സിങ്കൊക്കെ എപ്പോഴും നമ്മൾ ഈ കാണുന്ന ഭാഗം മാത്രമാണ് ക്ലീൻ ആക്കാറുള്ളത് അല്ലേ. എങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു പൈപ്പിൽ ഒരുപാട് ഫുഡ് വേസ്റ്റും കാര്യങ്ങളും ഒക്കെ കാണും. അപ്പോൾ അത് നമ്മളങ്ങനെ ക്ലീൻ ആക്കാറില്ല. അത് വേഗം പോയി കിട്ടാനുള്ളൊരു ടിപ്പാണ്. ഇതുപോലെ നമ്മൾ ഈ ഒരു ഹോൾസിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ടൊരു 10 മിനിറ്റ് വെക്കണം. അണുക്കളെയും അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റൊക്കെ അലിയിച്ച് കളയാനുള്ള നല്ലൊരു കഴിവ് ഈ ഒരു ബേക്കിംഗ് സോഡയ്ക്ക് ഉണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം, തിളച്ച വെള്ളമല്ല, ചൂടുള്ള വെള്ളം ഒരു കപ്പ് എടുക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ശേഷം നമ്മൾ 10 മിനിറ്റ് ഈ ഒരു ബേക്കിംഗ് സോഡ ഇട്ട് വെച്ചില്ലേ, ആ ഒരു ഭാഗത്തേക്ക് ഈ ചൂടുവെള്ളവും വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴോ ഒക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പൈപ്പ് നല്ലപോലെ ക്ലീൻ ആയി കിട്ടും. ബ്ലോക്ക് ഒന്നും ആവത്തുമില്ല. പിന്നെ ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ സ്ക്രബ്ബർ വെച്ചിട്ട് ഈ ഒരു സിങ്കും കൂടി ഒന്ന് കഴുകി വിട്ടാച്ചാൽ മതി. അപ്പോൾ നല്ല ക്ലീൻ ആയി കിട്ടും നമ്മുടെ കിച്ചൺ സിങ്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. ഇതുപോലെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വീട്ടമ്മമാരൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ജോലികൾ എളുപ്പമാവുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് പൈസയും അതുപോലെ തന്നെ സമയമൊക്കെ ലാഭിക്കാനും പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം. ബൈ.